വിധവയുടെ ചെമ്പനാണയങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ചു കേട്ടത്. ഈശോ നേർച്ചപ്പെട്ടിയുടെ നേരെ ഓപ്പോസിറ്റ് ഇരുന്നിട്ട് ആളുകൾ അതിൽ നിക്ഷേപിക്കുന്നത് നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, വിധവയായിട്ടുള്ള ഒരു സ്ത്രീ വന്നിട്ട് 2 ചെമ്പ് നാണയങ്ങൾ ഇടുമ്പോൾ, ഏറ്റവും വില കുറഞ്ഞ 2 ചെമ്പ് നാണയങ്ങളാണ് അതിടുമ്പോൾ ഈശോ പറയുകയാണ്, ഇവളാണ് ഏറ്റവും കൂടുതൽ നിക്ഷേപിച്ചെന്ന് പറയുകയാണ്. ഇങ്ങനെയാണ് ഈശോയ്ക്ക് ആ കണക്ക് ശരിയാകുന്നത് അല്ലെ. ഏറ്റവും വില കുറഞ്ഞ 2 ചെമ്പ് നാണയങ്ങൾ ഇടുമ്പോൾ എങ്ങനെയാണ് ഈ സ്ത്രീ ഏറ്റവും കൂടുതൽ നിക്ഷേപിച്ചെന്ന് പറയാനായിട്ട് സാധിക്കുക. ഈശോ ഇവിടെ ശ്രദ്ധിച്ചത് ശതമാനക്കണക്കാണ് അല്ലെ. ഈശോ പറയുകയാണ്, ഇവൾക്ക് ഉണ്ടായിരുന്നത് മുഴുവൻ ഇവള് നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. അതായത് 100% ഇവള് സമർപ്പണം ചെയ്തിരിക്കുന്നു എന്ന് പറയുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ വചനഭാഗം നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവം എണ്ണത്തിന്റെ കാര്യത്തിലല്ല, മറിച്ച് ശതമാനക്കണക്കിൽ നോക്കുന്ന ആളാണ്. നമ്മുടെ സമർപ്പണം 100% കൃത്യമായിട്ടാണോ എന്ന് കൃത്യമായിട്ട് ഈശോയ്ക്ക് അറിയാമെന്നുള്ളതാണ്. ശതമാനക്കണക്കാണ്, അവിടെ എണ്ണത്തിനല്ല പ്രാധാന്യം. ആത്മാർത്ഥതയോട് കൂടിയിട്ടാണോ നീ പ്രാർത്ഥിക്കുന്നത്, ആത്മാർത്ഥതയോടെയാണോ നീ ദാനം ചെയ്യുന്നത്, അതാണ് ഈശോ നോക്കുന്നത്. അല്ലാതെ എത്രമാത്രം ദാനം ചെയ്തു എന്നതല്ല നോക്കുന്നത്, മറിച്ച് ആത്മാർത്ഥതയോടെയാണോ, പൂർണ്ണ ഹൃദയത്തോടെയാണോ നീ നൽകുന്നത്, ദൈവത്തിനായാലും മനുഷ്യർക്കായാലും പൂർണ്ണ ഹൃദയത്തോടെയാണോ നീ നൽകുന്നത് എന്നാണ് ഈശോ ശ്രദ്ധിക്കുന്നത്. ഇന്നത്തെ വചനഭാഗം കേട്ട് കഴിയുമ്പോൾ ആത്മാർത്ഥതയോടെ ദൈവത്തിനും മനുഷ്യർക്കും കൊടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.